ഡിസംബർ 6-7 തീയതികളിൽ നടക്കുന്ന ഹലാ ജിദ്ദയെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ് ജിദ്ദ നഗരം. 20ഓളം ഇവൻറ്റുകളും 4 ബാൻഡുകളുടെ സംഗീത വിരുന്നും ഉൾപ്പെടുന്നതാണ് ഹലാ ജിദ്ദ. ഇതിൻ്റെ പ്രചാരണം ജിദ്ദയുടെ വിവിധ ഭാഗങ്ങളിൽ പുരോഗമിക്കുകയാണ്. അഞ്ചു വർഷങ്ങൾക്ക് ശേഷം സൗദിയിൽ മീഡിയ വൺ ഒരുക്കുന്ന മെഗാ ഇവന്റിനെ സ്വീകരിക്കുകയാണ് ജിദ്ദ നഗരം. ഡിസംബർ 6-7 തീയതികളിൽ ദി ട്രാക്കാണ് ഹലാ ജിദ്ദയുടെ വേദി. ജിദ്ദ മദീന റോഡിൽ റിഹൈലിക്കടുത്ത് സിയാൻ വാട്ടർ പാർക്കിന് എതിർവശത്താണ് ദി ട്രാക്ക്. രണ്ട് ദിവസത്തിനകം 20ലേറെ പരിപാടികളും എക്സ്പോയും വിനോദ വിജ്ഞാന പരിപാടികളും സംഗീത നിശയുമെല്ലാം നിറയുന്നതാകും ഹലാ ജിദ്ദ. ഇതിലേക്കുള്ള വിവിധ പരിപാടികളുടെ രജിസ്ട്രേഷനുകളെല്ലാം തന്നെ പൂർത്തിയാവുകയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രത്യേകം പരിപാടികൾ ഹലാ ജിദ്ദയിലുണ്ട്. ഇതിന്റെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഹലാ ജിദ്ദ വെബ്സൈറ്റ് സജീവമാണ്. ഇംബെക്സ് ആണ് ഹലാ ജിദ്ദയുടെ ടൈറ്റിൽ സ്പോൺസർ. മീഡിയ വൺ സംഘടിപ്പിക്കുന്ന ഹലാ ജിദ്ദ സൗദി അറേബ്യയിലെ തന്നെ ഏറ്റവും വലിയ ഇന്ത്യൻ ഇവൻ്റാണ്. ഈ ഇവൻറ്റുമായി ഇംബെക്സ് ആണ് ഇപ്രാവശ്യം അതിൻ്റെ ടൈറ്റിൽ സ്പോൺസർ. സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ എക്സ്പാട്രീസ് കമ്മ്യൂണിറ്റിയായ ഇന്ത്യൻസിനു വേണ്ടിയിട്ട് മീഡിയ വൺ ഈ സംഘടിപ്പിക്കുന്ന ഇത് ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. ഈ ഇവൻറ്റ് വളരെ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഇംബെക്സ് അതിൻ്റെ കൂടെ പൂർണ്ണ തോതിൽ പ്രയത്നിക്കുന്നതാണ്. ഇംബെക്സ് ആണ് അതിൻ്റെ ടൈറ്റിൽ സ്പോൺസർ. ഈ പ്രോഗ്രാം എല്ലാ രീതിയിലും ഭംഗിയായി മുന്നോട്ട് പോകാൻ ഇംബെക്സിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും. രണ്ട് ദിനങ്ങളിലും ഉച്ച മുതൽ അർദ്ധരാത്രി വരെ ആളുകൾക്ക് വിവിധ പരിപാടികളിൽ ഒരേ സമയം പങ്കെടുക്കുകയും കാണുകയും ചെയ്യാം. തത്സമയ സമ്മാനങ്ങളും മത്സരങ്ങൾക്കുണ്ട്. നയിക്കാൻ മുൻനിര ആങ്കർമാരായ മിഥുൻ രമേശ്, ജീവ, കലേഷ് എന്നിവരെത്തും. ഷാൻ റഹ്മാന്റെ ലൈവ് ബാൻഡിന് കീഴിൽ സിത്താര, വിധു പ്രതാപ്, സച്ചിൻ വാര്യർ, മിഥുൻ ജയരാജ്, നിരഞ്ജ് സുരേഷ്, സൈനോര ഫിലിപ്പ് എന്നിവർ ചേർന്ന് നയിക്കുന്ന ഷാൻ റഹ്മാൻ ലൈവ് ബാൻഡ് സൗദിയിൽ പുത്തൻ അനുഭവമാകും. മാപ്പിളപ്പാട്ടുകളുമായി അനാർക്കലി മരക്കാർ, അഫ്സൽ, കണ്ണൂർ ഷരീഫ്, രഹ്ന, ബാദുഷ, ദാന റാസിഖ് എന്നിവരുമുണ്ട്. ഗീതമൽഹാറിൽ ശ്രേയ ജയദീപും വൈഷ്ണവുമാണുള്ളത്. തമിഴിലെ പ്രസിദ്ധ പാട്ടുകാരനായ പ്രദീപ് കുമാറിന്റെ ലൈവ് ബാൻഡും ഹലാ ജിദ്ദയിലുണ്ട്. ഇരുപതോളം പരിപാടികളാണ് ഹലാ ജിദ്ദയിലുള്ളത്. ഇവയിൽ ചിലതിലേക്ക് പങ്കെടുക്കാൻ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഹലാ ജിദ്ദ കാർണിവലിലേക്ക് 25 റിയാൽ മുതലാണ് ടിക്കറ്റ് നിരക്ക്. ഇതുപയോഗിച്ച് 2 ദിവസത്തേക്കും പ്രവേശനം ലഭിക്കും. ഒപ്പം എല്ലാ പരിപാടികളിലും പങ്കെടുക്കുകയും ചെയ്യാം. ജിദ്ദ ഇതുവരെ കാണാത്ത തരത്തിലുള്ള കാർണിവലാണ് മീഡിയ വൺ ഒരുക്കുന്നത്. ഹലാ ജിദ്ദയിൽ കുട്ടികൾക്കുള്ള പ്രധാന പരിപാടികൾ ഇവയാണ്. ലൈവ് TV വാർത്ത വായിക്കാൻ അവസരം നൽകുന്ന UR ഓൺ എയർ ഡിസംബർ 6-നും 7-നും ഉണ്ടാകും. വിവിധ കാറ്റഗറിയിൽ കുട്ടികൾക്ക് കളറിംഗ് ഡ്രോയിങ് മത്സരവും ഉണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും സംഗീത മത്സരവും ഹലാ ജിദ്ദയിൽ ഒരുക്കിയിട്ടുണ്ട്. ജൂനിയർ ഷെഫ് മത്സരവും ഫുട്ബോൾ താരം ഇവാൻ ബുക്കുമിനോവിച്ച് പങ്കെടുക്കുന്ന ചാറ്റ് വിത്ത് ഇവാനും കുട്ടികളെ ഉദ്ദേശിച്ചുള്ളതാണ്. ഇവയിലേക്കുള്ള രജിസ്ട്രേഷൻ എല്ലാം തന്നെ halajidda.mediaoneonline.com എന്ന വെബ്സൈറ്റ് വഴി പുരോഗമിക്കുകയാണ്. ജിദ്ദയുടെ വിവിധ ഭാഗങ്ങളിലെ ജനകീയ പരിപാടികളിലും ഇവയുടെ പ്രചാരണമുണ്ട്. ഹലാ ജിദ്ദയുടെ മുഴുവൻ വിവരങ്ങളും ജിദ്ദയിലെ വിവിധ സംഘടനകൾക്കും കൂട്ടായ്മകൾക്കും പരിചയപ്പെടുത്താനായി മീഡിയ വൺ പ്രത്യേക സംഗമം കഴിഞ്ഞയാഴ്ച സംഘടിപ്പിച്ചിരുന്നു. ജിദ്ദ നാഷണൽ ഹോസ്പിറ്റൽ ചെയർമാൻ VP മുഹമ്മദ് അലി സംഗമം ഉദ്ഘാടനം ചെയ്തു. മീഡിയ വണ്ണ് കുറേ ആത്മാർത്ഥമായ കുറേ സപ്പോർട്ടേഴ്സ് ഉണ്ട്. അത് ഒന്നും രണ്ടും അല്ല, അത് എല്ലാ ജാതി മതമന്യേ, ഞാൻ ഇന്ന ആളെന്നല്ല, ജാതി മതമന്യേ കുറേ നല്ല നല്ല മനസ്സുകളുണ്ട് മീഡിയ വണ്ണിൻ്റെ ബാക്കിൽ. അതാണ് ഈ മീഡിയ വണ്ണിൻ്റെ ഏറ്റവും വലിയ വിജയം.
എന്നും ഏത് പരിപാടിക്കും മീഡിയ വൺ തുടങ്ങുന്ന എല്ലാ പരിപാടിക്കും JNH ഉണ്ടാവും എന്ന് നിങ്ങളെ സഹായവും സഹകരണവും ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മീഡിയ വണ്ണിന്റെ സൗദിയിലെ പ്രേക്ഷകരുടെ പിൻബലത്തിലാണ് പരിപാടി ഒരുങ്ങുന്നത്. അതെ, മീഡിയ വണ്ണ് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ എല്ലാ പരിപാടികളും അതിൻ്റെ മാനേജ്മെൻറ്റ് വൈദഗ്ധ്യം വളരെ കൃത്യമായിട്ട് തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജിദ്ദയിലെ മലയാളി സമൂഹത്തിനും അതേപോലെ സൗത്ത് ഇന്ത്യൻ സമൂഹത്തിനൊക്കെ വളരെ പ്രതീക്ഷയാണ്. മീഡിയ വൺ പരിപാടി എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും അതിൻ്റെ ഏറ്റവും സക്സസിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ലെവലായിരിക്കും. അതുകൊണ്ട് തന്നെ ജിദ്ദയിലെ എല്ലാ കമ്മ്യൂണിറ്റിയും അതിനെ ഇപ്പോൾ തന്നെ ഏകദേശം നെഞ്ചിലേറ്റി കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് വൻ വിജയമാവും. എല്ലാ ആശംസകളും. പ്രവാസോത്സവം കഴിഞ്ഞ് 5 വർഷത്തിന് ശേഷം മീഡിയ വൺ ജിദ്ദയിലിരിക്കുന്ന മെഗാ കാർണിവൽ കൂടിയാണ് ഹല ജിദ്ദ. പൂരങ്ങളുടെ പൂരം എന്നൊക്കെ നമ്മൾ സാധാരണ നാട്ടിൽ കേട്ടിട്ടുള്ളതാണ്. അതിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് ഈ ജിദ്ദയിൽ മീഡിയ വൺ അണിയിച്ചെടുക്കുന്ന ഹല ജിദ്ദ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും. മുഴുവൻ മലയാളികളും ഈ പരിപാടിയുടെ ഭാഗമായി മാറുവാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും. ജിദ്ദയിലും പരിസര പ്രവിശ്യകളിലും ഹല ജിദ്ദയുടെ പ്രചാരണവും ടിക്കറ്റുകളും എത്തുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഡിസൈനിങ് ആണ്. ഒരു വെൽ സ്റ്റഡീഡ്, വെൽ ഡിസൈൻഡ് പ്രോഗ്രാമായിട്ടാണ് തോന്നി. കാരണം ഇങ്ങനെ ഒരു യുണീക്ക് കൺസെപ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇങ്ങനെ ഒരു പരിപാടി ഏതെങ്കിലും ഒരു മേഖല കേന്ദ്രീകരിച്ച പരിപാടി, ഇത് വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളുടെ ശരിക്കും ആ പേര് അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ളൊരു കാർണിവലാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 100ഓളം കലാകാരന്മാരാണ് ഇതിനായി ജിദ്ദയിലെത്തുക. വളരെ വൈവിധ്യപൂർണമായ പരിപാടികളാണ് വരാൻ പോകുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ പൂരക്കാഴ്ചകളിലൊക്കെ ഉണ്ടാകുന്നത് പോലുള്ള വ്യത്യസ്ത പരിപാടികളും ആൾക്കൂട്ടത്തെ ആകർഷിക്കുന്ന പരിപാടികളൊക്കെ ആയിട്ടാണ്. അപ്പോൾ മീഡിയ വണ്ണിൻ്റെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. സ്ത്രീകൾക്കും ബാച്ചിലേഴ്സിനും പ്രത്യേകം വൈവിധ്യമാർന്ന മത്സരങ്ങളുണ്ടാകും. കുട്ടികൾക്കും കൗമാര പ്രായക്കാർക്കും സ്ത്രീകൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കലാ സാംസ്കാരിക പ്രകടനങ്ങൾ ആസ്വദിക്കാനും അതിൽ പങ്കെടുക്കാനും അതോടൊപ്പം തന്നെ കായിക രംഗത്ത് മികവുറ്റ മത്സരങ്ങൾ പ്രകടിപ്പിക്കാനും അത് ആസ്വദിക്കാനും ഭക്ഷണ രംഗത്ത് രുചിക്കാനും ഭക്ഷണ വൈദഗ്ധ്യം തെളിയിക്കാനുമുള്ള മികച്ച അവസരമായി ഹല ജിദ്ദ മാറുമെന്നതിൽ യാതൊരു സംശയമില്ല. ഹല ജിദ്ദക്ക് ജിദ്ദ കേരള പൗരാവലിയുടെയും ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറത്തിൻ്റെയും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഇന്ത്യക്കാരുടെ സംഗമവേദി കൂടിയായി ഹല ജിദ്ദ മാറും. വടംവലിയും ഷൂട്ടൌട്ടിലേക്കും ജിദ്ദയിലെ ക്ലബ്ബുകൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നുണ്ട്. നടത്തുന്ന ഈ പ്രോഗ്രാം എന്തുകൊണ്ടും ഭയങ്കര ഗംഭീരമായിരിക്കും. സത്യത്തിൽ ഒരു പൂരത്തിൻ്റെ അതേ ദിവസം രണ്ട് ദിവസം നടക്കുന്ന ഈ പരിപാടി ജിദ്ദയ്ക്ക് ഒരു പുതിയ അനുഭവമായിരിക്കും. 45 വർഷത്തിനിടയ്ക്ക് ഞാൻ കാണുന്ന ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു പരിപാടി ജിദ്ദയിൽ വരുന്നത്. അതിന് നമ്മുടെ മലയാളികളുടെ എല്ലാ സപ്പോർട്ടും കൊടുക്കുക. പ്രത്യേകിച്ച് ഫുട്ബോളിൻ്റെ ഷൂട്ടൌട്ടിൽ സിഫിൻ്റെ ഭാഗത്തുള്ള എല്ലാ ക്ലബ്ബുകളും ഇതിൽ പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. സൗദിയിലെ ബിസിനസ് രംഗത്തുള്ളവർ ഒന്നിച്ചുചേരുന്ന ബിസിനസ് കണക്റ്റും ഹല ജിദ്ദയിൽ എത്തും. കല, സാഹിത്യം, സാംസ്കാരികം, വാണിജ്യം എല്ലാ സംഗതികളും കോർത്തിണക്കിക്കൊണ്ട് ജിദ്ദയിൽ അഭൂതപൂർവമായ ഒരു ജനാവലിയെ പ്രതീക്ഷിച്ചുകൊണ്ട് ജിദ്ദയിൽ ഇതംപ്രഥമമായി ഇങ്ങനെ ഒരു ഉത്സവം നടക്കുകയാണ്. ഇപ്പോൾ തന്നെ അത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത് ഒരു വമ്പിച്ച വിജയം തന്നെയായിരിക്കും. നിങ്ങൾക്കറിയാം, മീഡിയ വൺ മാധ്യമ ലോകത്ത് ചെയ്യുന്ന നൈതികത, ധാർമ്മികത, അത് ജനങ്ങളോടുള്ള പ്രതിബദ്ധത, അതും ഒക്കെ കണക്കാക്കിയാണ് ജനങ്ങൾ ഇതിന് വമ്പിച്ച പിന്തുണ നൽകുന്നത്. ഈ പ്രോഗ്രാം വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല ജിദ്ദയുടെ ഈ പരിപാടി എന്തുകൊണ്ടും വ്യത്യസ്തമായൊരു പ്രോഗ്രാമായിരിക്കും. നിങ്ങൾ മീഡിയ വണ്ണിൽ നടത്തിയ ഒരു പരിപാടി, പൃഥ്വിരാജിൻ്റെ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. അവസാനം എന്താ പറയുക, ജിദ്ദ കാണാത്ത ഒരു നല്ലൊരു പരിപാടി ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്. പ്രവാസികൾ, നിങ്ങൾക്കറിയാം, പ്രവാസികൾ വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവരാണ്. അവർക്കൊക്കെ ഇതൊരു സാന്ത്വനമാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഉത്സവപ്പറമ്പിലേക്ക് വരുന്ന പ്രതീതിയായിരിക്കും. അതുകൊണ്ട് ജിദ്ദ സമൂഹം എല്ലാവരും തന്നെ ഈ പരിപാടിയിലേക്ക് വരണമെന്ന് അപേക്ഷിക്കുകയാണ്.
ഹലാജിദ്ദയുടെ 2 ദിവസത്തേക്കുള്ള ടിക്കറ്റുകൾ 25 റിയാൽ മുതൽ ലഭ്യമാണ്. ഈ ടിക്കറ്റ് ഉപയോഗിച്ച് 20ഓളം വരുന്ന പരിപാടികളിൽ 2 ദിവസവും പങ്കെടുക്കാം. ജിദ്ദയുടെ എല്ലാ ഭാഗങ്ങളിലും ടിക്കറ്റുകൾ നിലവിൽ ലഭ്യമാണ്. പരിപാടി നടക്കുന്ന ദി ട്രാക്കിലേക്ക് സൗജന്യ ബസ് സർവീസുകളും ഒരുക്കുന്നുണ്ട്. സംശയങ്ങൾക്ക് 057 251 157 4 എന്ന നമ്പറിൽ ബന്ധപ്പെടാം.